കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള OBC വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ, അതായത് യോഗ്യതയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം PSCന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ. 15/12/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 17/1/2024 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. ജാനുവരി മാസം 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം. 545/2023 ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം നിങ്ങൾ കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തസ്തിക നോക്കുകയാണെങ്കിൽ മാനേജർ തസ്തികയാണ്. 36,140 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പളം പറഞ്ഞിട്ടുള്ളത്. OBC ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒഴിവ് നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. കേരള PSC ആണ്. യോഗ്യതയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. അല്ലാതെ വേക്കൻസി അടിസ്ഥാനമാക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പക്ഷെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു OBC ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1984-നും 1/1/2005-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ BSc ഫോറസ്ട്രിയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ BTech ഫോറസ്ട്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി. അതുപോലെ ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ വരണം. പിന്നെ ഇനി പറയാൻ പോകുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. 167 സെൻറ്റിമീറ്റർ ഉയരം വേണം. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ 8 ഐറ്റംസ് ഉണ്ട് ഫിസിക്കലിൻ്റെത്. അതിൽ 5 എണ്ണമെങ്കിലും പാസ്സായിരിക്കണം. എങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ആവും. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡിൽ. ഹൈ ജമ്പ് 132.20 സെൻറ്റിമീറ്റർ. ലോങ് ജമ്പ് 457.20 സെൻറ്റിമീറ്റർ. പുട്ടിംഗ് ദി ഷോട്ട് 7264 ഗ്രാമിൻ്റെത്. 609.60 സെൻറ്റിമീറ്റർ. അതുപോലെ റോപ്പ് ക്ലൈമ്പിങ് 365.80 സെൻറ്റിമീറ്റർ. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ. പുള്ളപ്പ് ഓർ ചിന്നിങ് അത് 8 തവണ എടുക്കണം. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടിയെത്തണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ഐറ്റം. ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ. അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ PSCന്റെ വെബ്സൈറ്റിൽ കയറി ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ 545/2023 എന്നുള്ള ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാം. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.